പോലെ ഇനി മുതൽ നിങ്ങളൊക്കെ കൈ പള്ളമ കെട്ടിയാൽ മതി എന്ന് സോണിയാഗാന്ധി പറഞ്ഞിട്ട് അതിനനുസരിച്ച് അവിടെ ആരെങ്കിലും നിസ്കരിക്കുന്നത്? ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും അവരാരെ അംഗീകരിച്ചിട്ടുണ്ടോ? ഇനി ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു ഷിയല്ല, പക്കാ മുശ്രിക്കാണ് കൂട്ടിക്കോ. രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന് അദ്ദേഹം ശ്രമിച്ച ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പവും അതിന്റെ പേരിലില്ല. മറിച്ച് അയാൾ ഇസ്ലാമിനെ എതിർക്കുന്ന, ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ആളാണോ? അപ്പൊ ഇസ്ലാമിന് അതിൻ്റെതായ വിധിയുണ്ട്, ആ വിധി അനുസരിച്ച് ചെയ്യും കേട്ടോ. അപ്പൊ അലി ശരീഅത്തി മാത്രമല്ല, നമ്മുടെ NDF-കാരുടെ കലണ്ടർ ഉണ്ട്, തേജസ് കലണ്ടർ. അതിൽ ഒന്നാമത്തെ ആൾ അലി ശരീഅത്തിയ, രണ്ടാമത്തെ ആള് സയ്യിദ് ഖുത്തുബ്, മൂന്നാമത്തെ ആള് സയ്യിദ് ഹസനുൽ ബന്ന. എന്താ അതൊക്കെ ആയിട്ട് ബന്ധം? നല്ല കണക്ഷൻ ഉണ്ട്, ഒരേ ബാപ്പാന്റെ മക്കളാ അതൊക്കെ. ഒറ്റ ബാപ്പാന്റെ മക്കളാ അതൊക്കെ. അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. അപ്പോ നിങ്ങൾ ശരിക്കും ആലോചിക്കണം. അതിനെപ്പറ്റി ഷിയായിസത്തെ പറ്റി പറഞ്ഞപ്പോ പ്രബോധനത്തിൽ ഷെയ്ഖ് സാഹിബിന്റെ ഒരു ലേഖനം ലേറ്റസ്റ്റ് ഇല്ല കണ്ടുകൊണ്ടോളിങ്ങള് 2006 ഏപ്രിൽ 1 അതിൽ അദ്ദേഹം പറയാണ്, നല്ല പദപ്രയോഗം ശരിക്കും മനസ്സിലായിക്കോളൂ. ഇതില് ഒരു സത്യം അന്തർലീനമായി കിടക്കുന്നു, അത് വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയും ഷിയായിസവും ഇതിലിങ്ങനെ പറഞ്ഞിട്ട് മുമ്പ് അവസാനിപ്പിക്കണം ലേഖനം. കേട്ടോളൂ. ഇന്നത്തെ ലോകത്ത് ഭരണരാഷ്ട്രീയ രംഗങ്ങളിൽ ഇസ്ലാമിനെ പ്രതികരിക്കുന്നതിലും അതിന്റെ അന്തസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്നതിലും ഇസ്ലാമിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിലും മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശത്രുവിനെ നേരിടുന്നതിലും തന്റെ ഇടം കാണിക്കുന്നതിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പിന്തുണക്കുന്നതിന്റെ പേരിൽ കണ്ടോ എന്താ അവർക്കുള്ള മെച്ചോ? കേട്ടോളൂ, എന്തൊക്കെ അബദ്ധാതിൽ എഴുന്നള്ളിച്ചെന്നറിയോ? കേട്ടോ, ഇന്നത്തെ ലോകത്ത് ഭരണരാഷ്ട്രീയ രംഗങ്ങളിൽ കണ്ടോ എന്റെ വിശ്വാസ കർമ്മ രംഗങ്ങളിൽ നിന്ന് പറയാതിരുന്നത്? ഇറാനിനെ വിശ്വാസ രംഗത്ത് അനുകരിക്കാൻ പറ്റില്ല. കാരണം മണ്ണിനെ ആരാധിക്കുന്നവരാണവർ, ഖബറിനെ ആരാധിക്കുന്നവരാണവർ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഅനത്ത് ചെല്ലുന്നവരാണവർ, അലി റളിയല്ലാഹു അൻഹു അലി വലിയുള്ള എന്ന് പറയുന്നവരാണവർ, സഹാബികളെ ചീത്ത പറയുന്നവരാണവർ, ഖബറുകളെ കെട്ടിപ്പൊന്തിക്കുന്നവരാണവർ, ഖബറാരാധന നടത്തുന്നവരാണവർ, വിഗ്രഹാരാധനയുടെ തുല്യമായ ഖബറാരാധന നേതൃത്വം നൽകുന്ന ഷിയാക്കൾ രാഷ്ട്രീയ രംഗത്ത് ചിലപ്പോൾ നേതൃത്വം കൊടുക്കൂ. ഇപ്പൊ ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ നേതൃത്വത്തോട് വല്ലാണ്ട് വിയോജിപ്പുള്ള ആരെയും ഞാനിതുവരെ വായിച്ചിട്ടില്ല. അതുകൊണ്ട് അവര് മെച്ചാന്നാണോ? ഇറാനിലെ രാഷ്ട്രീയ ഭരണം നന്നായി നടക്കുന്നുണ്ടോ ഇല്ലേ? ഇറാനിൽ പോയവർക്കറിയാം, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഇറാനിൽ നടക്കുന്ന വിശ്വാസ ജീർണത ഇക്കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പടച്ച തമ്പുരാൻ സൗഭാഗ്യം നൽകിയൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇറാനിനോടുള്ള കൂറ് നിങ്ങളുടെ പൂർവ്വകാല അനുയായികളുള്ള കൂറാണ്. അഥവാ ഷിയാക്കളോടുള്ള നിങ്ങളുടെ ബന്ധമാണ്, അതിന്റെ ആചാര്യന്മാരോട് നിങ്ങളുടെ ബന്ധമാണ്. അപ്പൊ രാഷ്ട്രീയ രംഗത്ത്, വിശ്വാസ രംഗത്ത് ഇറാൻ ഒരിക്കലും മാതൃകയല്ല. മുസ്ലിങ്ങൾക്ക് ഒരിക്കലും മാതൃകയാക്കാനും പറ്റൂല. ഇറാന്റെ പല ഘടകവും ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയല്ല. പിന്നെ ഇതിലൊരു അബദ്ധം, മുഖ്യ അബദ്ധം, അതാണ് ഞാൻ പറഞ്ഞത്. ഇയാളൊക്കെ ഖുർആൻ വായിച്ചിട്ടുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ച്. അതെന്താ കേട്ടോളൂ. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയാണ് അത്രേ. അതിനാണ് സൂറത്ത് ഫാത്തിഹ വായിക്കണോന്ന് പറയുന്നത്. എന്തിനാ? മനുഷ്യരാശിയുടെ മുഖ്യ ശത്രു പിശാചാണ്. ഇന്നഹും ലഖാദുവ്വും മുബീൻ, വ്യക്തമായ ശത്രു. അത് ഇബ്ലീസാണ്. നല്ല ഖുർആനിൽ അമേരിക്ക എന്നല്ല, ഇബ്ലീസ്. ആ ഇബ്ലീസിനെ നേരിടുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് അവിടെ ശിർക്കുണ്ടായത്, തൗഹീദിനെതിരായി പ്രവർത്തിച്ചത്, സഹാബികളെ ചീത്ത പറഞ്ഞത്, ഖുർആനിൽ ഇതല്ലാത്ത ഇനിയും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അതൊക്കെ ബഹുമാന്യരായ സംശുദ്ദീൻ ബാലത്തും അതുപോലെ അനസ് പോലെയൊക്കെ വിശദമായി തന്നെ കിതാബ് ധരിച്ചു പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഷിയാക്കളുമായുള്ള ജമാഅത്തിന്റെ ബന്ധം അത് യഥാർത്ഥത്തിൽ ഭരണവുമായി ബന്ധപ്പെട്ട് ഷിയാക്കൾക്ക് എന്തൊരു സമീപനമാണോ ആ സമീപനം വെച്ച് പുലർത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ മനസ്സിലാക്കണം, ഏത് കാര്യത്തിലും, വോട്ടിന്റെ കാര്യം മാത്രമല്ല, എല്ലാത്തിലും ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചുള്ളവരുടെ കാഴ്ചപ്പാടെന്താ? അത് ഹറാം, ഇസ്ലാമുമായി ഒരു ഒറ്റ പോയിന്റ് യോജിക്കുന്നില്ല എന്നാ. ഇപ്പൊ നിലവിൽ വന്ന ജനാധിപത്യമാണോ? ഇപ്പൊ വോട്ട് കൊടുത്തിട്ട് ഭരണത്തിൽ കയറ്റിയല്ലോ, ജനാധിപത്യമാണോ? ആ ജനാധിപത്യം ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധാണ് എന്നാ. കേട്ടോളൂ നിങ്ങൾ. അബുൽ ആല മൗദൂദി, മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്ന ഈ പുസ്തകത്തിൽ പറയാം. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ഈ വായന നടത്തുമ്പോ അതിനൊരു വ്യാഖ്യാന കസർത്ത് കൊടുക്കുകയാണ് ജമാഅത്തിന്റെ നേതാക്കന്മാർ ഇപ്പോൾ ചെയ്യുന്നത്. മൗദൂദി സാഹിബ് അങ്ങനെ വ്യാഖ്യാനം നേർക്ക് നേരെ, ഏത് പരമം, അങ്ങേയറ്റം എന്നൊക്കെ ഇവരുടെ വകയിൽ കൊടുത്ത മൗദൂദി സാഹിബ് നേർക്ക് നേരെ പറയത്. കേട്ടോളൂ, ഇതിന്റെ പേജ് 31. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം. കേൾക്കണേ, ആധുനിക, അല്ലാതെ അമേരിക്കൻ ജനാധിപത്യത്തെ കുറിച്ചല്ല ഇന്ത്യയിൽ അത് പറയുന്നത്. ഇന്ത്യക്കാർക്കാണത് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്തു ഇന്ത്യയിലാ, അത് ഇന്ത്യക്കാരെ പഠിപ്പിക്കാനാ. കേട്ടോളി, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും
ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ അതിന്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥിതിയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ്. അതിന്റെ മൗലിക തത്വങ്ങളും ഇതിന്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനത്തിലാണ്. അതിന്റെ ഓരോ ഘടകവും ഇതിന്റെ ഓരോ ഘടകവും സന്ധിയില്ലാത്ത യുദ്ധമാണ്. പ്രസ്തുത വ്യവസ്ഥിതിയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല. ആ വ്യവസ്ഥിതി അധികാരം വായുന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖയായിരിക്കും. അപ്പൊ ജനാധിപത്യം, മതേതരത്വം, ദേശീയത്തുള്ള രാജ്യത്ത് ഒരു നിലക്കും അതിനെ സമീപിക്കാൻ മുസ്ലിമാണോ പാടില്ല എന്നാ നമുക്ക് സംശയം. ഇപ്പോഴത്തെ ജമാഅത്തേർ കറ കളഞ്ഞ കാഫിറാണോ എല്ലാം കൂടി എന്നാ ചോദ്യം. നിങ്ങളുടെ നേതാവ് പറയുന്നതാണ് ഒരു മുസ്ലിമാണോ ജനാധിപത്യമായിട്ട് ഒരു നിലക്കും അത് വാഴുന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖയായിരിക്കും. പടച്ചോലിൽ വിശ്വാസമില്ലാത്ത, പരലോകത്ത് വിശ്വാസമില്ലാത്ത, പ്രവാചകന്മാർ വിശ്വാസമില്ലാത്ത, അവരെ ചീത്ത പിടിക്കുന്ന ഭൗതികവാദികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തെ അധികാരത്തെ കയറ്റണമെന്ന് പച്ചക്ക് വയല് പറയുകയും അത് ചെയ്യാത്തവനൊക്കെ പേച്ചോനാണെന്ന് പ്രസംഗിക്കുകയും മിമ്പർ അതിന് ഉപയോഗപ്പെടുത്തുകയും വീട് വിടാന്തരം കയറി പ്രചരണം നടത്തുകയും ചെയ്തവർ ആലോചിക്കുക, ഇപ്പറഞ്ഞതും നിങ്ങളും തമ്മിൽ ദീനുമായി എന്താണ് ബന്ധം? ഒറ്റ മാർഗ്ഗം, ലളിതമായൊരു മാർഗം. ഈ ആരോപണത്തിൽ നിന്നൊക്കെ മുണ്ട് തലയിൽ വെച്ച് പോകാണ്ടൊക്കെ ഒറ്റ മാർഗം. യഥാർത്ഥ ഇസ്ലാം സ്വീകരിച്ചാൽ മതി. മൗദൂദി സാഹിബിനെ മാറ്റി നിർത്തിയാൽ മതി. മൗദൂദി സാഹിബിനെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി സാഹിബിന് തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജമാഅത്തിന്റെ നേതാവ് പറയോ? ജമാഅത്തല്ലാത്ത എന്നാൽ ജമാഅത്താണ് എന്ന് ഇവർ വരുത്തി തീർത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തിൽ കേരളത്തിലെ ജമാഅത്ത് നേതാക്കന്മാരിൽ ടി മുഹമ്മദ് സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ അദ്ദേഹം മാനസിക രോഗിയായിരുന്നു എന്നാ. KVM മന്ദാവൂരിനെ പറ്റി പേരോട് പറഞ്ഞ പോലെ രക്ഷപ്പെടൂലാന്ന് തോന്നുമ്പോലൊക്കെ മാനസിക രോഗികളാ. നേരെ മറിച്ച് ജമാഅത്തിന്റെ എന്റെ വീട്ടിൽ പ്രബോധനം ചേർത്താൻ വന്നപ്പോ ഞാൻ ജമാഅത്തോട് പറഞ്ഞു, ഒരു പ്രതിഷേധം എനിക്ക് വമ്പിച്ചതുണ്ട് നിങ്ങളോട്. അതെന്താ? അത് മൗദൂദി സാഹിബ് മൗസൂമാണെന്നാണ് നിങ്ങളെ കാഴ്ച. അങ്ങനൊന്നുമില്ല, അദ്ദേഹം തെറ്റ് പറ്റുന്ന ആളാറ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു തെറ്റിനെ പറ്റി പറ. പിന്നെ മിണ്ടില്ല. മൗദൂദി സാഹിബിന് കൃത്യമായ പല വിഷയത്തിലും തെറ്റുപറ്റി എന്ന് ജമാഅത്തേര് പിന്നെ ലോക പണ്ഡിതന്മാർ എഴുതിയ കിതാബില് വെറുതല്ലോ പറയാ. ഇത് കണ്ടോ, വിമർശിക്കപ്പെടുന്ന മൗദൂദി എന്നതിൽ അലി തൻതാവിയുടെ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫിഖ് പരമായ കാര്യങ്ങളിൽ സ്വന്തം അഭിപ്രായം പറഞ്ഞ ആളാ അദ്ദേഹം. അതിനെപ്പറ്റി പോലും അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയല്ല എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലും ജമാഅത്തേരെ പിടിക്കാറില്ല, മനസ്സിലാക്കാറില്ല. ഫിഖ് കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് സ്വന്തം അഭിപ്രായമുണ്ട്. ദീനിന്റെ കാര്യത്തിൽ സ്വന്തം അഭിപ്രായം പറഞ്ഞ ആളാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് ഹജ്ജ്, നോമ്പ്, സക്കാത്ത്, നിസ്കാരം അതൊക്കെ ഭരണം സ്ഥാപിക്കാനുള്ള ട്രെയിനിങ് ആണ് എന്ന വസ്തുത ഇന്ന് വരെ ലോകത്ത്